محمد وعلى آله وصحبه أجمعين أما بعد رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا رب تمم بالخير والسعادة وما توفيقي إلا بالله عليه توكلت وإليه أنيب. നമ്മൾ ഇന്നലെ എന്താ ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടോ? സൂറത്ത് നൂറിലെ പ്രധാനപ്പെട്ട മസാലകളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. വിശിഷ്യ സിനയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട്, അത് ആണിനെ ആരോപണം നടത്തിയാലും പെണ്ണിനെ ആരോപണം നടത്തിയാലും അതിനുശേഷം സ്വന്തം ഭാര്യയെ ഈ അർത്ഥത്തിൽ കാണപ്പെടുകയും അയാൾക്ക് സാക്ഷികളെ ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം? കോടതിയിൽ വരണം. ആദ്യം ഹാക്കിം ഖാദി അയാളെ കൊണ്ട് 4 വട്ടം സത്യം ചെയ്യിപ്പിക്കണം. 5ാമത്തെ വട്ടം തനിക്കെതിരെ സത്യം ചെയ്യിപ്പിക്കണം. എന്നിട്ട് പെണ്ണത് അംഗീകരിക്കുകയാണെങ്കിൽ പെണ്ണിനെതിരെ ആ ശിക്ഷ നടപ്പിലാക്കും. ഇനി ആ പെണ്ണും ഈ പറഞ്ഞ പോലെ 4 വട്ടം സത്യം ചെയ്ത് തനിക്ക് 5ാമത്തെ വട്ടം തനിക്കെതിരെയും ഭർത്താവിനെതിരെയും സത്യം ചെയ്യുകയാണെങ്കിൽ 2 പേരെയും അവിടെ തഫ്രീഖ് ചെയ്യും. ആ 2 പേരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമാണ്. ആ വിവാഹബന്ധം വേർപ്പെടും. അതിലുണ്ടാകുന്ന കുഞ്ഞ്, ആ സിനിയുമായി ബന്ധപ്പെട്ട കുട്ടിയെ മാതാവിലേക്ക് ചേർക്കപ്പെടും, പിതാവിലേക്ക് ചേർക്കപ്പെടുകയില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ശേഷമുള്ള ആയത്തിൽ 11ാമത്തെ ആയത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിന് മേൽ പറഞ്ഞ മസലകളുമായി ബന്ധമുണ്ട്. അതിൻ്റെ ചില വിഷയങ്ങളാണ് പരാമർശിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹും തമ്മിൽ ബന്ധപ്പെട്ട് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ വലിയൊരു അപവാദമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നബിതങ്ങൾ യാത്ര പോകുന്ന സന്ദർഭത്തിൽ നബിതങ്ങൾക്ക് 1-ൽ കൂടുതൽ ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ നബിതങ്ങൾ നെറുക്കിടുകയാണ് ചെയ്യുക. ഓരോ യാത്രയിലും ദീർഘയാത്രയിൽ ആരെ കൂട്ടണം എന്നുള്ളതിൽ. ബനുൽ മുസ്തലഖിൻ്റെ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ആ നെറുക്ക് വീണത് ആയിഷ ബീവിക്കാണ്. അത് വലിയ നീണ്ട സംഭവമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്, നമുക്ക് ആയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും യാത്ര പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകക്കട്ടിലാണ് ഉള്ളത്. ആ ഒട്ടകക്കട്ടിൽ ചുമക്കാൻ വേണ്ടി അതിനെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുമുണ്ട്. ഇവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവി നെഞ്ചു തൊട്ട് നോക്കുമ്പോൾ മാല കാണുന്നില്ല. ഈ യാത്ര പോകുമ്പോൾ ഒരു മാല കൊണ്ടുപോയിരുന്നു, സ്വർണത്തിൻ്റെ മാല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആഭരണം കൊണ്ടുപോയിരുന്നു. ഏതായാലും മാലയാണ്, ആ മാല കാണുന്നില്ല. ആയിഷ ബീവി എവിടെയാണോ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോയത്, മാല പരിശോധിക്കാൻ വേണ്ടി വീണ്ടും അവിടത്തേക്ക് പോയി. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ വളരെ മെലിഞ്ഞൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഒട്ടകക്കട്ടിൽ കയറിയാലും കയറിയിട്ടില്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല. എന്നാൽ ഈ ഒട്ടകക്കട്ടിൽ പിടിക്കുന്ന ആൾ ആയിഷ ബീവി കയറിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒട്ടകക്കട്ടിലുമായിട്ട് പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാല പരുതി തിരിച്ചു വരുമ്പോഴേക്ക് ഈ യാത്രാ സംഘം പോയിട്ടുണ്ട്. ആയിഷ ബീവി ബേജാറായി, എന്താണ് ഇനി ചെയ്യുക? ആയിഷ ബീവി കുറേ താമസിച്ചു, സങ്കടപ്പെട്ടു, ഒരു സ്ഥലത്ത് അവിടെ നിന്നു. അപ്പോൾ ആയിഷ ബീവിക്ക് ഉറപ്പുണ്ട്, കാരണം നബിതങ്ങളൊരു തർത്തീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രാ സംഘം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വരുന്നൊരു സഹാബിയുണ്ട്. ആ സഹാബിയാണ് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ. മൂപ്പര് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രാ സംഘം പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റാണ് മൂപ്പര് വരിക. അപ്പോൾ വലിയൊരു സംഘമല്ലേ, പല സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ ആൾക്കാർ മിസ്സായി പോയിട്ടുണ്ടാവും. ഇതെല്ലാം കളക്ട് ചെയ്ത് വരലാണ് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഡ്യൂട്ടി. അങ്ങനെ സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു വരുമ്പം കാണുന്ന കാഴ്ച, ഒരു സ്ഥലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഇത് ആയിഷ ബീവി എന്ന് മനസ്സിലായത്? ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ബനുൽ മുസ്തലഖിൻ്റെ യുദ്ധം നടക്കുന്നത്. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീവി സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഹൈഅത്ത്, രൂപം കണ്ട, ആ ഒരു കോലം കണ്ടപ്പോൾ ആയിഷ ബീവിയാണെന്ന് മനസ്സിലായി. ആയിഷ ബീവിയെ കണ്ട ഉടനെ തന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറയുന്നുണ്ട്, ഇതല്ലാത്ത ഒരു വാക്ക് സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഒട്ടകക്കട്ടിൽ കയറി. വേറെ നിവൃത്തിയില്ല, ആ യാത്ര അങ്ങനെ പോകാമെന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. ഏതായാലും ഈ സംഘം മദീനത്തെത്തി. നബിയും സഹാബാക്കളും മദീനയിലെത്തി. അപ്പോഴത്തേക്ക് അവിടെ ആയിഷ ബീവി കാണാനില്ല എന്ന വാർത്ത ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴാണ് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. ഒട്ടകക്കട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്നിട്ട് വരുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ യാത്രക്കിടയിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന റഈസുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ നേതാവ്,
അയാൾ കോലം കൊണ്ട് മുസ്ലിമാണ്, നിസ്കരിക്കാനുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ മൂപ്പര് പണിയെന്താ, ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ തകർക്കാം അതിന് വേണ്ടുന്ന എല്ലാ പദ്ധതിയും മൂപ്പര് ചെയ്യും. ഇയാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അയാൾ നോക്കുമ്പോൾ നല്ല അവസരമായത്. കാരണം ആരാ കിടക്കുന്നത്, ആരായി കടന്നു വരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ സാധാരണ ഇന്ന് കാണുന്നത് പോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ആയിഷ റളിയല്ലാഹുവിൻ്റെ സംഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വൈറലിൻ്റെ കാലമാണല്ലോ. ഇതങ്ങ് അടിച്ചിറക്കി. മുനാഫിഖീങ്ങൾ ഇത് ഏറ്റുപിടിച്ചു. മദീനയിൽ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. 1-2 സഹാബാക്കളും ഇതിൽ പെട്ടുപോയി. സഹാബാക്കളും അല്ലേ, മനുഷ്യന്മാരാണല്ലോ, ചില സമയത്ത് ഈമാൻ്റെ ബലഹീനത ഉണ്ടാകുമ്പോൾ നാലും സംഗതി നബിതങ്ങളെ ഭാര്യയൊക്കെ തന്നെയാണ് മഅദല്ലാഹ്, നാലും എന്നിങ്ങനെ പറഞ്ഞിട്ട് അപകടകരമായ അവസ്ഥയിലേക്കെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിത് അറിഞ്ഞു. ആയിഷ ബീവിനോട് ഒന്നും ചോദിച്ചില്ല. ആയിഷ ബീവിയാണ് ഈ ഹദീസ് നെറേറ്റ് ചെയ്യുന്ന ആയിഷ ബീവിയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാനൊന്നും അറിയുന്നില്ല വിഷയം. മദീനയിലേക്ക് എത്തിയവിടെ എനിക്ക് പനി ബാധിച്ച് ഞാൻ കിടപ്പിലാണ്. സാധാരണഗതിയിൽ നബിതങ്ങൾ എനിക്ക് പനിയൊക്കെ ബാധിച്ചാൽ എൻ്റെ അടുക്കൽ വരും, എൻ്റെ കൂടെ കുറേ സമയമൊക്കെ ചിലവഴിക്കും, എന്നോട് സുഖവിവരമൊക്കെ ചോദിക്കും. പക്ഷേ ഈ സന്ദർഭത്തിൽ നബിതങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു അപരിചിതത്വം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ദൂരെ വന്നിങ്ങനെ നിൽക്കും, സലാം ചൊല്ലും, കൈഫ തയ്ക്കും, ആയിഷ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒറ്റ പോക്കാം. ആയിഷ ബീവിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മിസ്തഹ് എന്ന് പറയുന്ന സഹാബിയുടെ ഉമ്മയാണ് ആയിഷ ബീവിക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഈ അപവാദ പ്രചരണത്തിൽ പെട്ടുപോയിരുന്നു. ഒരു ദിവസം രാത്രി മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഈ സ്ത്രീയും പോവാണ്. അപ്പം അന്ന് നമ്മുടെ നാട്ടിലുള്ള പോലെ ടോയ്ലറ്റ് സിസ്റ്റം നമ്മളെ വീട്ടിനോട് ചേർന്നിട്ടുള്ള സംവിധാനം ഇല്ല, കുറച്ച് ദൂരത്തേക്ക് പോകണം. അങ്ങനെ ഇവർ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മ കാലിടറി വീഴാൻ പോയി. വീഴാൻ പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, തായിസ മിസ്തഹ് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ആരെ പറ്റിയിട്ട്? സ്വന്തം മകനെ പറ്റിയിട്ട്. മിസ്തഹിൻ്റെ ഉമ്മയാണ് ആർക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്? ആയിഷ ബീവിക്ക്. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നിങ്ങളെന്തേ പറയുന്നത്? മിസ്തഹ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, അയാളെ പറ്റിയിട്ട് നിങ്ങളെ മോനെന്നൊക്കെ പറഞ്ഞത് ശരി തന്നെ, പക്ഷേ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് തോന്നി ആയിഷ ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല. ആയിഷ ബീവിനോട് ചോദിച്ചല്ല, അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? പക്ഷെ എന്താന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീയുമായി ബന്ധപ്പെട്ട്, സഫ്വാൻ റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ട് വലിയൊരു അപവാദം നടക്കുന്നുണ്ട് പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞോ എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. വാപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ആയിഷ ബീവി ബോധം കെട്ടുവാണ്. ചുരുക്കി പറയാം, ഏകദേശം 40 ദിവസത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരീക്ഷണത്തിലായിരുന്നു ആ കുടുംബം. ഒരു വഹ്യും ഇറങ്ങുന്നില്ല ഈ വിഷയത്തിൽ. അള്ളാഹിൻ്റെ തീരുമാനം ഇറങ്ങണമല്ലോ ഈ വിഷയത്തിൽ. ഒരു വിഷയം ഇറങ്ങുന്നില്ല. ബാക്കി വിഷയത്തിലൊക്കെ വഹ്യ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇറങ്ങുന്നില്ല. നബിതങ്ങളാണെങ്കിൽ വലിയ ടെൻഷനിലാകാൻ തുടങ്ങി. ഓരോ സഹാബാക്കളൊക്കെ വിളിച്ച് മഷൂർ ചെയ്യാൻ തുടങ്ങി. എന്താ ഇനി ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം, ആയിഷ ബീവിനെ പറ്റി എന്താണ്, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അവസാനം ഒരു സഹാബിനെ വിളിച്ചപ്പം ആ സഹാബി പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ആയിഷ ബീവിൻ്റെ ഖാദിമത്തുണ്ടല്ലോ, സേവകി, ഈ ഉമ്മയല്ലാത്ത വേറൊരു സേവകി, ആ സേവകിനെ വിളിച്ച് നിങ്ങൾ ചോദിക്കും. ആ സേവകിനെ വിളിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറയുന്ന മറുപടി ഉണ്ട്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിനെ പറ്റി നമുക്ക് ഒരു മോശം പറയാനില്ല. ആകെ ആയിഷ ബീവിനെ പറ്റി എന്തെങ്കിലും ഒരു കുറവ്, ആ സ്ത്രീൻ്റെ ഭാഷയിൽ കുറവ് എന്ന് പറയാനുണ്ടെങ്കിൽ നബിതങ്ങൾക്ക് മാവ് കുഴക്കുന്ന സമയത്ത്, ആയിഷ ബീവി പ്രായം കുറഞ്ഞ സ്ത്രീയല്ലേ, ചിലപ്പോൾ മാവ് കുഴക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് ആ മാവിൻ്റെ മേലെ ചിലപ്പോൾ ഈച്ചയോ പ്രാണിയോ വന്നിരിക്കും. ഇതല്ലാത്ത മറ്റൊരു ന്യൂനതയും ആയിഷ ബീവിനെ പറ്റി നമുക്കറിയില്ല എന്ന് ആ ഖാദിമത്തായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവിക്കും സംഗതി മനസ്സിലായി. ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് വീട്ടിൽ പോയി താമസിക്കണം, എൻ്റെ വാപ്പാൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണം. നബി തങ്ങൾ അനുവാദം കൊടുത്തു. വീട്ടിലേക്കെത്തി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളൊന്ന് എൻ്റെ വിഷയത്തിൽ സംസാരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്കാവൂല. കാരണം ഇത് അള്ളാൻ്റെ വഹി ഇറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങളൊരു തീരുമാനം എടുത്താൽ ആളുകളൊക്കെ എന്താ പറയുക, സ്വന്തം വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ മുസാഫും ഇല്ല, കിതാബും ഇല്ല, മൗലാറ പോലെ വസ്സല പറഞ്ഞു എന്ന് പറയും. ആണല്ലേ? ബാക്കിയുള്ള ആളെ വിഷയത്തിൽ വലിയ പ്രസംഗവും, സ്വന്തം വിഷയത്തിലൊരു വിഷയം വന്നപ്പോൾ ഒന്നുമില്ല, വസ്സലയില്ല, നിയമവും ഇല്ല, കിതാബും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇതിലൊരു തീരുമാനം വരുന്നതുവരെ വെയിറ്റ് ചെയ്യാനല്ലാണ്ട് വേറൊരു ഒരു പരിപാടി ഇതിലില്ല.
എന്ന നിലപാട് ആയിഷ ബീവിൻ്റെ ഉമ്മ ആകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹയും ഉമ്മയും നിലപാടെടുത്തു. ആയിഷ ബീവി കഠിനമായ ദുഃഖത്തിലാണ്. ആയിഷ ബീവി പറയുന്നതിൻ്റെ എനിക്കറിയാം, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ആയിഷ ബീവി പറയുന്നത് എൻ്റെ നിലപാട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു, ഫസബുറുൻ ജമീൽ, ഭംഗിയുള്ള ക്ഷമ ഞാൻ ക്ഷമിക്കുന്നു, അള്ളാഹു ഇടപെടും. അപ്പോഴായിഷ വിചാരിക്കുന്നത് അള്ളാഹു ചിലപ്പോൾ സ്വപ്നത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അത് വല്ലാത്തൊരു മനസ്സിനെ പിടിച്ചു വെക്കുന്ന രംഗമാണ്. ആയിഷ ബീവിനെ ഇരുത്തും. അബൂബക്കർ തന്നെ വീട്ടിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. നബി തങ്ങൾ ഹംദ് സലാത്തൊക്കെ ചൊല്ലിയിട്ട് പറയും, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെയൊക്കെ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. ഹക്ക് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആയിഷ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫഇൻ കുന്തി അൽമംതി ബിദംബിൻ, എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാനുഷികമായി, ഫതൂബി ഇലല്ലാഹ് വസ്തഗ്ഫിരി, തൗബ ചെയ്തോ, സമയമുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്തോ, സമയമുണ്ട്. അല്ലാഹു തആല തൗബ സ്വീകരിക്കും. ആയിഷ പറയുന്നുണ്ട്, ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. കാരണം അതിൻ്റെ ഒരു ധ്വനി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏതോ ഒരു പോയിന്റിൽ മനസ്സിൽ ചിന്തകൾ അലട്ടുന്നുണ്ട് എന്നാണ്. ആയിഷ ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് നബി തങ്ങൾ മാറിയിരിക്കുന്നു. നബി തങ്ങൾ മുഖം മാറാൻ വേണ്ടി തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ഹദീസിൻ്റെ ആമുഖത്തിലൊക്കെ പറഞ്ഞതുപോലെ നബി തങ്ങൾക്ക് വഹി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൽ ഭാവവ്യത്യാസം ഉണ്ടാവും. നബി തങ്ങൾക്ക് എത്ര തണുപ്പുള്ള സമയത്താണ് വഹി ഇറങ്ങുന്നതെങ്കിലും അതിൻ്റെ ചൂട് നിമിത്തം നബി തങ്ങളുടെ മുഖത്തു നിന്നും വേർപ്പ് കണങ്ങൾ പൊട്ടുമായിരുന്നു എന്നാണ്. അപ്പോൾ മനസ്സിലായി, വേർപ്പ് കൂട്ടുമ്പോൾ മനസ്സിലായി നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ട്. 40 ദിവസങ്ങൾക്ക് ശേഷമാണ് സൂറത്തു നൂറിൽ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുന്നത്. തീർച്ചയായും ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, തീർച്ചയായും ആ നുണപ്രചാരണം നടത്തിയവർ ഉസ്ബത്തും മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവും പിന്നെ ഒരു പറ്റം സഹാബാക്കളും അതിൽ പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പിന്നെ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വിഷയത്തിൽ അള്ളാഹ് നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. യൂസുഫ് നബിൻ്റെ വിഷയത്തിൽ ഇതുപോലൊരു അപവാദം ഉണ്ടായില്ലേ സുലൈഖയുമായി ബന്ധപ്പെട്ട്? അവിടെ പോലും അള്ളാഹു അല്ല കുറ്റവിമുക്തനാക്കിയത്. ഷഹീദ ഷാഹിദും മിൻ അഹ്ലിഹ, അന്ന് സദസ്സിലുണ്ടായ ഒരാളാണ് മധ്യസ്ഥം പറയുന്നത്. കുപ്പായം മുന്നിന്നാണ് കയറിയതെങ്കിൽ ഇങ്ങനെ, പിന്നിന്നാണ് കയറിയതെങ്കിൽ ഇങ്ങനെ എന്ന് മധ്യസ്ഥം പറഞ്ഞത് കൊട്ടാരത്തിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ കേസ് വന്നപ്പോൾ അള്ളാഹു ആകാശത്തിൻ്റെ മേലിന് തീരുമാനം ഇറക്കി. 18 ആയത്താണ് അള്ളാഹു ഇറക്കിയത്. 18 ആയത്ത്, 1-2 അല്ല. ആയിഷ ബീവിക്ക് സന്തോഷമായി. അപ്പോൾ അബൂബക്കർ തന്നെ പറഞ്ഞു, പോയിട്ട് നബിതങ്ങളോട് നന്ദി പറയാന്ന് പറഞ്ഞു. ആയിഷ ബീവി മനസ്സിലല്ലേ? ആയിഷ പറഞ്ഞു, ഞാൻ നന്ദി പറയില്ല, ഞാൻ നബിതങ്ങൾക്കെല്ലാം നന്ദി പറയാ, ഞാൻ എൻ്റെ റബ്ബിനോടാണ് നന്ദി പറയുക. കാരണം എൻ്റെ നിരപരാധിത്വം എൻ്റെ റബ്ബ് തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. അല്ലാഹു പറഞ്ഞു, ലാ തഹ്സബൂഹു ശർറൻ ലക്കും, നിങ്ങൾ അത് നിങ്ങൾക്ക് ഷർറാണ് എന്ന് കരുതണ്ട. ആ സമയത്തൊരു പ്രയാസമുണ്ടായി എങ്കിൽ പോലും അല്ലാഹു തആല അതിൻ്റെ പിന്നിൽ ഒരുപാട് നന്മകൾ അവർക്ക് നൽകി. ആ ക്ഷമയുടെ പ്രതിഫലം ഈ പറയപ്പെട്ട പോലെ വ്യഭിചാര ആരോപണത്തിൻ്റെ ഹദ്ദടിക്കാനുള്ള തീരുമാനം വരുന്നു. ഈ ആരോപണത്തിൽ കുടുങ്ങിയ സഹാബാക്കളാകുന്ന ആളുകൾ ഹദ്ദടിച്ചു. അതിന് നിയമം തന്നെയാണ്. അത് മുസ്ലിം ചെയ്താലൊക്കെ ഷറൈൻ്റെ നിയമം അവിടെ നടപ്പിലാക്കപ്പെടുകയുണ്ടായി. ബൽ ഹുവ ഖൈറുൻ ലക്കും, മറിച്ച് അത് നിങ്ങൾക്ക് നന്മക്കാണുള്ളത്. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി, ഈ കുറ്റകൃത്യത്തിൽ ആരെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അതിൻ്റെ ഷർറ്, അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നതാണ്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏറ്റെടുത്ത ആളുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സലൂൽ. ഓനെക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കുണ്ടായ ഷർറ് പോലെ വേറൊന്നിനെ കൊണ്ടുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അതിൽ രസകരമല്ല, ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സലൂലിൻ്റെ ഒരു മോനുണ്ട്. ആ മോൻ മുസ്ലിമായി കളഞ്ഞ്. വാപ്പ എങ്ങനെല്ലാം ഉള്ളിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ പണിയെടുക്കുക. എന്നാലും മൂപ്പറ മോൻ എന്തായി? മുസ്ലിമായി. വാപ്പ മരിച്ചു ഉബയ്യ് ബിൻ സലൂൽ. ഈ എല്ലാ സംഭവത്തിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നബിതങ്ങൾ മാക്സിമം ശ്രമിച്ചു. എത്രത്തോളം എന്നറിയോ? മകൻ വന്നിട്ട് നബിതങ്ങളുടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നുണ്ട്. വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ ഒന്ന് ഇതിൽ എന്തെങ്കിലും ഓതിയിട്ട് ഊത്, ഞാൻ വാപ്പാക്ക് കൊടുക്കാം, നന്നായി പോട്ടെ. അങ്ങനെയുണ്ട്, കുടിച്ചിട്ട് എങ്കിലും എന്ത് ചെയ്യട്ടെ, നന്നായി പോകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ചു, ബാക്കി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഈ വെള്ളവുമായിട്ട് വാപ്പാൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ചോദിച്ചു, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുമ്പോൾ ചോദിക്കുമല്ലോ ഇതെന്താണെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഉബയ്യ് ബിൻ സലൂൽ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു,
ഇത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു വെച്ച ബാക്കിയാണ്, നിങ്ങൾ കുടിക്കുക, നന്നാട്ടെ നിങ്ങൾ എന്ന ഭാഷയിൽ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ ആ മനുഷ്യ പിശാച് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നീ നിൻ്റെ മാതാവിൻ്റെ മൂത്രം കൊണ്ടെന്നാൽ ഞാൻ വേണമെങ്കിൽ കുടിക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ വെറുപ്പിൻ്റെ കടുപ്പം കൊണ്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് ഈ മനുഷ്യൻ മരിച്ചു. ഈ മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ഈ മനുഷ്യനെ കഫം പുതപ്പിച്ചത് നബിതങ്ങൾ കൊടുത്ത ഖമീസും ഉണ്ടാകും. അങ്ങനെയെങ്കിലും മാപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മയ്യത്ത് നിസ്കാരത്തിന് നബിതങ്ങൾ പോകാൻ വേണ്ടി പോയി, ഇസ്തിഗ്ഫാറിന് വേണ്ടി ചൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു ഇതൊന്നും സഹിച്ചില്ല. കാരണം നബിതങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഇവനെ ചുറ്റിപ്പറ്റി വലിയൊരു ടീം നിൽക്കുന്നുണ്ട്, ഈ കാപട്ട വിശ്വാസികളുടെ ഒരു സംഘം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സമീപനം കണ്ടിട്ട് ഹൃദയം മാറട്ടെ എന്നാണ് ഹബീബ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിസ്കരിക്കാൻ പോകുന്ന കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവനിക്ക് വേണ്ടി നിങ്ങൾ മയ്യത്തിരിക്കുക, അത് പറ്റൂല നബി എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അതുതന്നെയായിരുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ, തങ്ങൾ നിസ്കരിക്കണ്ട. പക്ഷെ അള്ളാഹിൻ്റെ തഖ്ദീർ നമ്മൾ നോക്കണം. ഉബയ്യിൻ്റെ മരണത്തോടുകൂടി ആയിരക്കണക്കാകുന്ന മുനാഫിഖീങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു നബിതങ്ങളുടെ ഈ അമൽ കണ്ടിട്ട്. ചുരുക്കി പറഞ്ഞാൽ ആ അപവാദ പ്രചാരണം നടത്തിയ സഹാബാക്കൾക്കെതിരെ ഹദ്ദടിക്കുകയുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹൻ്റെ വിഷയത്തിൽ അല്ലാഹു തആല ആകാശത്തിൽ നിന്നും ഇടപെടുകയും ചെയ്യുന്നുണ്ടായി. അപ്പോൾ നമുക്കുള്ള പാഠെന്താണ്? നമ്മൾ ഇപ്പോൾ ഇന്ന് അപവാദത്തിൻ്റെ കാലമാണല്ലോ, അപവാദങ്ങളുടെ അലിഗേഷൻസിൻ്റെ കാലമാണ്. നമ്മൾ നിരപരാധിയാണ് എങ്കിൽ, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്താണ് ഉള്ളത് എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ വിഷയത്തിൽ ഇടപെടും. നല്ല ആളുകൾക്കെതിരെ പോലും അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അപവാദത്തിൻ്റെ സ്ഥാനത്ത് പോയി നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അപവാദം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ശത്രുക്കളുടെ കുബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമുക്കെതിരെ ആളുകൾ തിരിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അള്ളാഹു പറയാണ്, ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. അവരിത് കേട്ട സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ അവരെപ്പറ്റി നല്ലത് വിചാരിച്ചുകൂടായിരുന്നു. അങ്ങനെയാണല്ലോ ഒരു വിഷയം വരുമ്പോൾ അവൻ മുഅ്മിനല്ലേ, മുസ്ലിമല്ലേ, അവനത് തെറ്റൊന്നും ഉണ്ടാവില്ല, അവൻ മാന്യനായിരിക്കും, വേറെന്തെങ്കിലും ആയിരിക്കും. ഇതാണ് പൊതുവിൽ നമ്മളെല്ലാവരും പറ്റിയും ഉണ്ടാക്കേണ്ട ഒരു ധാരണ. വൽനൂ ബിൽ മുഅ്മിനീന ഖൈറാ എന്ന നബിതങ്ങളോട് പഠിപ്പിച്ചത്, നിങ്ങൾ സത്യവിശ്വാസികളെ പറ്റി നല്ലത് വിചാരിക്കും. നല്ലത് വിചാരിക്കാൻ ചിലവൊന്നുമില്ലല്ലോ, നല്ലത് വിചാരിക്കാൻ തെളിവിൻ്റെയും ആവശ്യമില്ല. എന്നാൽ ദുഷിച്ച ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തെളിവിൻ്റെ ആവശ്യമുണ്ട്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, എന്താ അവർക്ക് അവരെപ്പറ്റി നല്ലത് വിചാരിച്ചുകൂടായിരുന്നോ? വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നും പറഞ്ഞുകൂടായിരുന്നോ എന്ന് അവർ പറയുകയുണ്ടായി. അള്ളാഹു പറയുന്നു, ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, അവർ ഈ പറയും പോലെ സത്യമാണെങ്കിൽ എത്ര സാക്ഷിനെ കൊണ്ടുവരട്ടെ? 4 സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവരങ്ങനെ സാക്ഷികളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫഇദ് ലം യഅതു ബിശുഹദാഇ ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, തീർച്ചയായും അവർ വലിയ കളവ് പറയുന്നവരാണ് എന്ന് അള്ളാഹു പറയുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഫളും റഹ്മത്തും ഉണ്ടായിട്ടില്ല എങ്കിൽ അവർക്ക് പൊടുന്നനെ തന്നെ ശിക്ഷ വരുമായിരുന്നു. കാരണം ആരാണ് ഇവിടെ വേദനിച്ചത്? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ നബിതങ്ങളുടെ അവസ്ഥ, ഇതിൻ്റെ ഓരോ ആംഗിൾ നമുക്കിതിനെ കാണാമല്ലോ. ആയിഷ ബീവിൻ്റെ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ നബിതങ്ങളെ ഭാര്യയ്ക്ക് അല്ലേ, അള്ളാഹിൻ്റെ നബിൻ്റെ ഭാര്യയായിട്ട് പോലും എനിക്കിത് വന്നല്ലോ, എന്നെപ്പറ്റി ഇത് പറഞ്ഞല്ലോ എന്നൊരു വശമാണ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയട്ടെ, തങ്ങൾക്ക് എത്ര വിഷമമുണ്ട്. ഈ 40 ദിവസം നബിതങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? മസ്ജിദ് നബിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും നബിതങ്ങൾ നേരിട്ട ഒരു മാനസിക വിഷമം? മറ്റ് വിഷയത്തിലൊക്കെ വഹി ഇറങ്ങുമ്പോൾ ഇതിൽ മാത്രം വഹി ഇറങ്ങാതിരിക്കുമ്പോൾ നബിതങ്ങൾ കടന്നുപോയ ദുഃഖവും വ്യഥയും എന്തായിരിക്കും? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ആ സമയത്ത് തന്നെ ഭസ്മമാക്കേണ്ടതാണ് ഈ സാധനങ്ങളൊക്കെ. ഈ മുനാഫിഖീങ്ങളെ ഭസ്മമാക്കേണ്ടതായിരുന്നു. മറ്റു സഹാബാക്കൾ പിന്നെ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി. പക്ഷെ അള്ളാഹു പറയുന്നു, അള്ളാഹു അവിടെയും ഔദാര്യം കൊടുത്തു, തൗബക്കുള്ള അവസരം കൊടുത്തു, മറ്റുള്ളവർക്ക് മാന്യതയ്ക്കുള്ള അവസരം കൊടുത്തു. ലമസ്സക്കും ഫീമ അഫൽതും ഫീഹി അദാബുൻ അലീം, നിങ്ങൾ ഏർപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടിയേനെ. ചുരുക്കത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറ്റവിമുക്തയാണ് എന്ന് ആര് സർട്ടിഫിക്കേഷൻ നൽകിയതാണ്? അള്ളാഹു തആല നൽകിയതാണ്. ഇനി ആരെങ്കിലും ഒരു മനുഷ്യൻ ആയിഷ ബീവിൻ്റെ വിഷയത്തിൽ ഒരു സംശയമെങ്കിലും പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ വൃത്തം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്.
കാരണം വേറെ ഒന്നുമല്ല, അത് സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞ കേസാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് അപ്പീൽ പോകാനുള്ള വകുപ്പില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അന്ന് ഇത് മുമ്പൊരിക്കൽ ഒരു ഖുതുബയിൽ വിശദമായി പറഞ്ഞെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഈ വിഷയം. അത് ഞാനൊരു വിഷയം പരാമർശിച്ചിരുന്നു. മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ഐക്യകണ്ഠേന വിശ്വസിക്കുന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുറ്റവിമുക്തയാണ് എന്നാണ്. എന്നാൽ ഇന്നും ഈ വിഷയത്തിൽ ആയിഷ ബീവിയെ കുറ്റം പറയുന്ന ഒരു വിഭാഗം മുസ്ലിം സമൂഹത്തിലുണ്ട്. ഇത് പറയുമ്പോൾ വിഭാഗീയത പറയാൻ വേണ്ടി പറയുന്നതല്ല. ചില കപടന്മാരെ, ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ ആ ഹിപ്പോക്രൈറ്റ്സിൻ്റെ സംഘത്തിൻ്റെ പിന്മുറക്കാർ, അവരുടെ ജീനിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗ്രൂപ്പുകൾ ലോകത്ത് ഇന്നുമുണ്ട്. ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ഇന്നും ആയിഷ ബീവി ഈ വിഷയത്തിൽ കുറ്റം പറയുന്ന വിഭാഗമാണ്. ചില വിഷയമൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റി ഷിയ നിലപാടെടുക്കുമ്പോൾ ചിലപ്പോൾ അതെന്തിനാ അത്ര നിലപാടെടുക്കണോ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയപ്പെട്ടതുപോലെ അബദ്ധജടിലമായ വിഷലിപ്തമായ ആശയങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ കൂടിയിട്ടാണ്. ഏതായാലും നബി തങ്ങളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അത് ആരുടെ ഉമ്മയും കൂടിയാണ്? നമ്മളുടെ ഉമ്മയും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഖൈറായ രീതിയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ അള്ളാഹു നമുക്ക് ഇസ്സത്തും ഇഫ്ഫത്തും തഖ്വയും ഒക്കെ നൽകി. മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ